പലരും ഇവിടെ എത്തിച്ചേരുന്നത് അവസാന നിമിഷങ്ങളിലാണ്. മരണം തൊട്ടു മുന്നിൽ കാണുന്ന ആ സമയത്തേക്കാണ് ഭൂരിഭാഗം പേരും ഹോസ്പിറ്റലിൽ എത്തിച്ചേരാറ്. അതുവരെ ഇവരെവിടെ പോയിരുന്നു? മഞ്ഞപ്പിത്തം, അതാണ് ഇതിൻ്റെ. അല്ലേ ഡോക്ടറെ, ഞാൻ തെറ്റുണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞു കേട്ടോ. എനിക്ക് മഞ്ഞപ്പിത്തത്തിൻ്റെ അസുഖമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ നാട്ടിൽ പറയും, ഇന്ന സ്ഥലത്തൊരു വൈദ്യനുണ്ട്, അയാളൊരു പൊടിമരുന്ന് തരും, അത് കഴിച്ചാൽ മഞ്ഞപ്പിത്തം മാറും. അല്ലാതെ മഞ്ഞപ്പിത്തം വന്ന ആരും ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ കണ്ടില്ല. അപ്പം ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ മഞ്ഞപ്പിത്തം വൈദ്യര് കൊടുത്ത മരുന്ന് കൊടുത്താൽ മാറും ഉറപ്പാണ്. അത് എല്ലാ മഞ്ഞപ്പിത്തവും വൈദ്യര് കൊടുത്ത മരുന്ന് കൊടുത്താൽ മഞ്ഞപ്പിത്തം മാറില്ല. മഞ്ഞപ്പിത്തം വൈദ്യര് കൊടുത്ത മഞ്ഞപ്പിത്തം മാറുന്ന മഞ്ഞപ്പിത്തം ഒന്നും കഴിച്ചില്ലെങ്കിലും മാറും. അത് ഈ പാവപ്പെട്ട ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല. മഞ്ഞപ്പിത്തം പല വിധമുണ്ടെന്നും അത് വൈദ്യരുടെ കഴിവിൻ്റെ അപ്പുറത്താണെന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. അവസാനം വൈദ്യരിൽ ലിവറൊക്കെ തകർത്ത് കഴിയുമ്പോൾ പറയും മെല്ലെ ഒഴിയും. അങ്ങനത്തെ 2-3 കഥകൾ പറഞ്ഞിട്ട് ഞാൻ പോയിക്കൊള്ളാം. മറ്റാരുടെയും കഥയല്ല, സ്വന്തം അനുഭവത്തിലെ കഥ. അതെനിക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഞാൻ എവിടെയൊക്കെ പ്രസംഗിക്കാൻ ചെയ്യുന്നത് ഇത് പറഞ്ഞിട്ട് ഞാൻ പോരുള്ളൂ. എന്നെ തല്ലി ഓടിച്ചാലും ശരി ഇത് പറയണം. കാരണം ഞാൻ അനുഭവിച്ചത് ഇനി ഒരുത്തിനും അനുഭവിക്കരുത്. എനിക്ക് അസുഖമാണെന്ന് അറിഞ്ഞു ഞാൻ. അപ്പം ഇതിൻ്റെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റ് മാത്രമേ ഉള്ളൂ ഈ അസുഖത്തിനൊരു മരുന്നായിട്ട്. ഞാൻ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. ഇതല്ലാണ്ട് എന്ത് ചെയ്യാം? ഇതിന് വേറെ മരുന്നുണ്ടാവുമല്ലോ. അങ്ങനെ നമ്മുടെ എറണാകുളത്തുള്ള DYSP, എൻ്റെ സുഹൃത്താണ് അദ്ദേഹം, ഞാൻ പേര് പറയുന്നില്ല. അദ്ദേഹം എൻ്റെ നന്മയെക്കുറിച്ച് വേണ്ടിയാണ് വന്നത്. അദ്ദേഹം എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയല്ല. അദ്ദേഹം പറഞ്ഞ, സലിമേ, ഒറ്റപ്പാലത്തൊരു വൈദ്യനുണ്ട്, നിർമ്മലാനന്ദഗിരി എന്നാണ് പേര്. അദ്ദേഹം ക്യാൻസർ വരെ മാറ്റുന്ന വൈദ്യരാണ്. അപ്പം ഞാനും കേട്ടിട്ടുണ്ട് അങ്ങനെ ക്യാൻസർ മാറ്റുമെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് നിർമ്മലാനന്ദഗിരി അടുത്ത് ഞാനും ഇദ്ദേഹം കൊണ്ട് ചെന്നു. നിർമ്മലാനന്ദ ഒരു 51 ദിവസത്തിനുള്ളിൽ ലിവർ സിറോസ് മാറ്റിത്തരും. നിലം പരണ്ട എന്ന് പറഞ്ഞ ഒരു മരുന്നുണ്ട്. ഈ നിലം പരണ്ട 51 ദിവസം കഞ്ഞിയിലിട്ട് കുടിക്കാൻ പറഞ്ഞു. 51 അല്ല 501 കഴിച്ചിട്ട് ഈ സാധനം മാറുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ വൈദ്യരെ വിളിച്ചു. വൈദ്യരി അതായത് സത്യസന്ധനാണോ, നല്ല വൈദ്യരാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, സലിമേ, എനിക്ക് ക്യാൻസറാണ്, ഞാൻ വെല്ലൂർ ക്യാൻസർ ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ്, ക്യാൻസർ 4th സ്റ്റേജാണ്. അങ്ങനെ സത്യമായിട്ടാണ് പറഞ്ഞത്, അല്ലെങ്കിൽ അത് കള്ളനാണെങ്കിൽ അങ്ങനെ പറയേണ്ട കാര്യമില്ല. അങ്ങനെ സത്യസന്ധനായിരുന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഈ വൈദ്യരായിരുന്നു ഇവിടെ ക്യാൻസറിന് ചികിത്സിച്ചത്. അതൊരു കഥ. അങ്ങനെ നിർമ്മലാനന്ദഗിരിയുടെ സംഭവം ചോദിച്ചപ്പോൾ ഇതേ പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ചു, സലീമേ, ചേർത്തലൊരു വൈദ്യരുണ്ട്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ തട്ടിപ്പാണെന്ന് ആദ്യം മനസ്സിലായി. ഈ വൈദ്യനിരിപ്പുണ്ട്, കൂടെ അപ്പുറത്തൊരു ഫിസിഷ്യൻ ഇരിപ്പുണ്ട്, ഒരു പെൺകുട്ടി, BA പാസ്സായ ഒരു പെണ്ണിരിപ്പുണ്ട്. അപ്പം ആ വൈദ്യരുടെ പേരാണ് മോഹനം വൈദ്യര്. നിങ്ങൾ അറിയായിരിക്കും, എല്ലാ ഡോക്ടർമാരെയും വെല്ലുവിളിക്കുന്ന വൈദ്യരാണ്. അങ്ങനെ എന്നോട് പറഞ്ഞു, ഇതിന് മരുന്നില്ല, ഇംഗ്ലീഷിൽ ഇതിന് മരുന്നില്ല. അദ്ദേഹം ഒരുപാട് മരുന്ന് കുറിച്ച് വന്നു. തൊട്ടപ്പുറത്ത് ഇയാൾ കുറേ ഈ ജൈവ വളം കൊണ്ട് ഉൽപ്പാദിപ്പിച്ച നെല്ല്, ചേന, കാച്ചിലൊക്കെ വിൽക്കേണ്ട, അത് വാങ്ങിക്കണം നമ്മൾ, കാരണം ഇതേ കഴിക്കാൻ പാടുള്ളൂ. അപ്പം ഞാൻ പറയാം, എനിക്ക് അവിടെ നെല്ലുണ്ട്, അതിരുന്നോട്ടെ, ഇത് വാങ്ങിച്ചിട്ട് ഇത് മറ്റേ കറി വേറെ ഒന്നും കഴിക്കരുത് എന്ന് പറഞ്ഞു. ഒരു പശു കഴിക്കണ പുല്ല് പറിച്ച് തന്നു എനിക്ക്. ബാക്കിയുള്ളത് വൈഫ് വീട്ടിൽ നിന്ന് പറിക്കണം. അങ്ങനെ ഞാൻ ഈ സാധനം എനിക്കങ്ങോട്ട് പറ്റണില്ല ശരീരത്തിന്. അങ്ങനെ അടിക്കാൻ ബ്ലഡാണ് വന്നത് ഇങ്ങോട്ട്. 1 കിലോമീറ്റർ പോയാണ്. അപ്പോൾ എൻ്റെ മോൻ വിളിച്ചു പറഞ്ഞു, ഞാൻ പറഞ്ഞു വൈദ്യരൊന്ന് വിളിച്ചു ചോദിക്ക് എന്താണെന്നുള്ളത്. വൈദ്യർ പറഞ്ഞു, ഞാൻ അകത്ത് കുറച്ച് ബ്ലഡ് കിടപ്പുണ്ടായിരുന്നു, അത് പുറത്ത് കളയാനുള്ള ഒരു സാധനം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് പോട്ടെ എന്ന് പറഞ്ഞു. അകത്ത് കിടന്നു പോയി, അകത്തെ കുടലും കൂടി പുറത്തേക്ക് വന്ന രീതിയിലായി. ബ്ലഡ് വൊമിറ്റ് ചെയ്യില്ല. ഞാൻ പറയടാ ഒന്നുകൂടി വിളിച്ചു നോക്കി. അച്ഛ അയാൾ ഫോൺ എടുക്കണില്ല എന്ന് പറഞ്ഞു. വീണ്ടും മോൻ വിളിച്ചു. അങ്ങനെ 3-5 പ്രാവശ്യം വിളിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു വേഗം ആശുപത്രിയിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. പിന്നെ പറഞ്ഞു മലയാറ്റൂരൊരു വൈദ്യനുണ്ടെന്ന് പറഞ്ഞു.
മലയാറ്റൂർ വൈദ്യൻ ഞാൻ ചെന്നു. മലയാറ്റൂർ കുഴപ്പമില്ല, മാറ്റാം. എൻ്റെ വൈഫുണ്ട്. 500 തേങ്ങയുടെ വെള്ളം, 500 തേങ്ങ, ആ വെള്ളം എടുത്തിട്ട് അത് കുറുക്കി 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 ഇങ്ങനെ ലേഹ്യം പോലെയാക്കാം. മറ്റെന്തോ സാധനം ഇടുക അതിനകത്ത്, മരുന്ന്. ലേഹ്യം പോലെ ഈ വെള്ളം 500 വെള്ളം തേങ്ങ ലേഹ്യം പോലെയാക്കെങ്കിൽ രാവിലെ തുടങ്ങിയിട്ട് രാത്രി വരെ പാവം എൻ്റെ വൈഫിട്ട് പറ്റിച്ച് 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 എന്നാലും സംതൃപ്തി. ഭർത്താവിൻ്റെ അസുഖം മാറാനുള്ള ലേഖ്യമാണല്ലോ വന്നേക്കണത്. അങ്ങനെ ഇത് ഞാൻ കഴിക്കലും ഛർദി കൂടി. എനിക്കത് പറ്റുന്നില്ല, എൻ്റെ ശരീരം ഇത് സഹിക്കുന്നില്ല. അത് ഛർദി തുടങ്ങി. അപ്പോൾ വൈദ്യരോട് വിളിച്ചു പറഞ്ഞ്, വൈഫ് വിളിച്ചു പറഞ്ഞ്, ഇങ്ങനെ പുള്ളി കഴിച്ചിട്ട് ഇത് ഛർദിക്കുന്നു. ഓഹോ, അപ്പോൾ ബോഡി റിജക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലേ? ഒരു കാര്യം ചെയ്യും, അത് കളയണ്ട, പൊള്ളുമ പെറ്റച്ചോളാൻ. ശരീരം പൊള്ളുമ്പോൾ ലിവർ സിറോസിന്റെ മരുന്ന് പെറ്റാന്ന്, അത് കളയണ്ടെന്ന് ഇപ്പോഴും ഇരിപ്പുണ്ട് വീട്ടിൽ. വൈഫ് കലമൊക്കെ വീച്ച് അടുപ്പിൽ നിന്ന് കലമൊക്കെ എടുത്ത് പൊള്ളുമ്പോൾ ലിവർ സിറോസിന്റെ മരുന്ന് എടുത്തിട്ട്. എത്രയോ പേര്, എത്ര ഇതേപോലത്തെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. ഒരു പൊടി കൊടുക്കുന്ന വയനാട്ടിലൊരു വൈദ്യര് എന്നെ ചികിത്സിച്ചെന്ന് പറഞ്ഞിട്ട് ചികിത്സിക്കുന്നു. സലിംകുമാർ ഇപ്പം യോഗ്യനായിട്ട് നടക്കണ്ടല്ലോ. നമ്മളെ പൊടിമരുന്ന് കൊടുത്ത പിന്നെ അയാള് ഞാൻ കണ്ടിട്ട് പോലുമില്ല. പിന്നെ ഞാൻ എവിടെയൊക്കെ ചെന്നിട്ടുണ്ടോ എല്ലാ വൈദ്യന്മാരും എന്നെ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മനുഷ്യനെ പറ്റിക്കുന്ന കുറെ ആളുകൾ നല്ല പൈസയാണ് വാങ്ങിക്കുന്നത്. കാരണം ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ പാവങ്ങൾ എവിടെ നിന്നെങ്കിലൊക്കെ കാശുണ്ടാക്കി കള്ള വൈദ്യന്മാർക്ക്. ഞാൻ BAM ബാച്ചുലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ പാസ്സായ ആളുകളെ കുറിച്ചല്ലോ പറയുന്നത്. പാരമ്പര്യ വൈദ്യന്മാരെന്ന് പറഞ്ഞാൽ കിഡ്നി എന്ന് വെച്ചാൽ വൃഷ്ണമാണെന്ന് ധരിക്കുന്ന ആൾക്കാരുണ്ട്. ഇവനെന്തിനും ചികിത്സിക്കും. ഇവരൊക്കെ അന്തം വിട്ട പ്രതികളാണ്. ഇവരൊക്കെ എന്തിനും ചികിത്സിക്കും. പിന്നീട് ഒരു വൈദ്യശാസ്ത്രമുണ്ട്, അത് ഞാൻ പറയുന്നില്ല. അതൊരു ഡോക്ടറാണ്. ക്രൂരമാണ് ഇവരൊക്കെ ചെയ്യുന്നത്.